സ്റ്റൊമക്ക് എന്ന് പറയുന്ന ആസിഡിൻ്റെ ഒരു ടാങ്കാണ്. ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ ടാങ്കാണ് സ്റ്റൊമക്ക്. ആസിഡിക് ആണ്. നമ്മൾ കഴിക്കുന്ന ഈ ഫുഡിനെ ഒരു സൂപ്പ് പരുവത്തിലാക്കും. അതിൻ്റെ പേരാണ് കൈം. എന്നിട്ട് നേരെ ചില സ്മോൾ ഇൻറ്റെസ്റ്റൈനിലോട്ടാണ്, ചെറുകുടലിലേക്കാണ്. ഇവിടെയാണ് ഈ മാജിക്ക് സംഭവിക്കുന്നത്. നമ്മൾ കഴിക്കുന്ന എല്ലാ ന്യൂട്രിയൻസും ചെറുകുടലിൻ്റെ സ്മോൾ ഇൻറ്റെസ്റ്റൈൻ്റെ വാൾസിലാണ് അബ്സോർബ് ചെയ്യുന്നത്, എനർജി ആയിട്ട് അബ്സോർബ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റ് ഉണ്ടെങ്കിൽ, അതായത് അരി ഭക്ഷണത്തിൽ കിട്ടുന്ന കൂടുതൽ കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ടെങ്കിൽ ആ കാർബോഹൈഡ്രേറ്റ്സിനെ ഡയറക്റ്റ്ലി ഗ്ലൂക്കോസ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഷുഗർ ആണെങ്കിൽ ഗ്ലൂക്കോസ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഈ ഗ്ലൂക്കോസ് ആണ് നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസും ഒക്കെ വേണ്ടത്. ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് വേണ്ട എനർജിയുടെ റിക്വയർമെൻ്റ് എല്ലാം ഗ്ലൂക്കോസ് ആണ് തരിക. ഇപ്പം ഞാൻ ഇവിടെ കൈ പൊക്കുന്നു, കൈ ലിഫ്റ്റ് ചെയ്യുന്നു, സംസാരിക്കുന്ന സമയത്ത് വേണ്ട ഇതിനെല്ലാവരും എനർജി സപ്ലൈ ചെയ്യുന്ന ആൾ ഗ്ലൂക്കോസ് ആണ്. ഇനി നമ്മൾ കഴിക്കുന്ന പ്രോട്ടീൻസ് ഉണ്ടെങ്കിൽ അത് റിപ്പയറിനാണ് യൂസ് ആവുക. അപ്പോൾ നമ്മൾ ചിക്കണും മുട്ടയൊക്കെ കഴിച്ചിട്ട് പ്രോട്ടീനെ നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഇത് മസിൽ റിപ്പയറിനാണ് യൂസ് ആവുക. ആൻഡ് മൂന്നാമതായിട്ട് ഫാറ്റ് എന്ന് പറയുന്നത് ലോങ് ടേം എനർജിക്ക് വേണ്ടി ശരീരം സ്റ്റോർ ചെയ്ത് വയ്ക്കുന്ന സാധനമാണ്.